കോഴിക്കോട് മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? കോഴിക്കോട് ഇന്ന് ചില അലർട്ടുകളൊക്കെ ഉണ്ട്. ഒപ്പം കോഴിക്കോട് അമീബ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം മുനിയൂർ സ്വദേശി ഫഫ്തയാണ് മരിച്ചത്. കുട്ടിക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നെത്തിക്കാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ദിസ്ന, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരി മരിച്ചിരിക്കുന്നു. ഇന്നലെ 11 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. തുടർന്ന് നടപടികളൊക്കെ കഴിഞ്ഞ് മൃതദേഹം മലപ്പുറത്തേക്ക് അവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി 15-ാം തീയതി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് മരുന്ന് ലഭ്യമാക്കാം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മരുന്ന് ലഭ്യമായിരുന്നില്ല. തുടർന്ന് കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേരുടെയും ഫലം നെഗറ്റീവ് ആവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജില്ലയിലെ ആദ്യത്തെ മരണം സ്ഥിരീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വലിയൊരു കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലൊക്കെ തന്നെയും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട ആവശ്യകതയുണ്ട്. ഈ സംഭവവുമായി ഒക്കെ ബന്ധപ്പെട്ട് കോർപ്പറേഷൻ 1.5 ലക്ഷം രൂപകളടക്കമാണ് വാർഡ് തലങ്ങളിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ കൗൺസിലർമാർക്കിടയിൽ വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ഇരവഴിഞ്ഞു പുഴയടക്കം വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ ശരിയായ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വെള്ളക്കെട്ടുകളും രൂക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കിഡ്സ് ആൻഡ് കോർണർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാം, മലയോര മേഖലകളിലാണ് പ്രധാനമായും മുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വലിയൊരു രീതിയിൽ ശക്തമായ രീതിയിൽ ഇന്നലെ മഴ ലഭിച്ചിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് പ്രത്യേകിച്ച് കടലോര മേഖലയിലെ പ്രദേശങ്ങളാണ് ഇതിൽ പെടുന്നത്. പുതിയാപ്പ, വെള്ളയിൽ തുടങ്ങിയ ഹാർബറുകളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. മഴക്കാലവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയൊരു രീതിയിൽ വേനൽ കഴിഞ്ഞോ, വേനലിൽ പകർച്ചവ്യാധികൾ വലിയൊരു രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. ഡെങ്കിപ്പനി അടക്കം ബാധിച്ച് നിരവധി പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 8000-ലധികം പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3000-ലധികം പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി വന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉമേഷ്, മാത്രമല്ല വെസ്റ്റ് നൈൽ അടക്കമുള്ള പനി കോഴിക്കോട് ജില്ലയെ ബാധിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി കോഴിക്കോട് കഴിഞ്ഞ കുറെ നാളുകളായി മാറുകയാണ്.